2026 ഫെബ്രുവരി 22 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ മേഖലയിൽ വിജയവും ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഐക്യവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. ജീവിതത്തിൽ സന്തോഷവും സമ്പത്തും വർദ്ധിക്കുന്ന പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനൊപ്പം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും. അപ്രതീക്ഷിതമായ ഉന്നത സ്ഥാനമാനങ്ങളും സാമ്പത്തിക പുരോഗതിയുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയും ദാമ്പത്യ ഐക്യവും ഇന്ന് കൂടെയുണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ദിവസമാണിത്. തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മാതൃഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണിത്. എങ്കിലും ചില മാനസിക ബുദ്ധിമുട്ടുകൾ അലട്ടാൻ ഇടയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് നീങ്ങുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. അനാവശ്യമായ ഉത്കണ്ഠയും ഭയവും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ യാത്രകളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കഴിവും അർപ്പണബോധവും അംഗീകരിക്കപ്പെടുന്ന ദിവസമാണിത്. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ തേടിയെത്താനും സാധ്യതയുണ്ട്. ഈ സുവർണ അവസരങ്ങൾ വളർച്ചയുടെ പുതിയ പാതകൾ തുറന്നു തരും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സന്തോഷകരമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇത്. രുചികരമായ ഭക്ഷണം, പുതിയ വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ എന്നിവ തേടിയെത്തും. തൊഴിൽപരമായും ബിസിനസ് രംഗത്തും നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി വ്യക്തമായ പുരോഗതി ദൃശ്യമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസികമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളിൽ നിയന്ത്രണം പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ചെറിയ കലഹങ്ങൾക്കും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ കരുതൽ വേണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. ആരോഗ്യത്തിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനും സന്താന ഭാഗ്യത്തിനും ഈ ദിവസം അനുകൂലമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചില തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. വിവാഹാലോചനകളിൽ തീരുമാനങ്ങൾ നീണ്ടുപോയേക്കാം. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. യാത്രകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212.